ഗൈസ് പെട്ടി എപ്പോഴും നാട്ടിൽ കൊണ്ടുപോയി പൊട്ടിച്ചാൻ ശീലം. ആദ്യമായിട്ട് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ പൊട്ടിക്കും. അത്രയും വലിയ പെട്ടിന്റെ ഇതിലേക്ക് എടുത്തിട്ടില്ലേ സാധനം കിട്ടിയ പോരെ. ഈ പെട്ടിയും കൊണ്ടുവരേം വേണം. ഒന്ന് ചിരിക്കി. ലോകത്തില് ജീവിതം ചിരിക്കാറില്ല. ചിരിക്കാം. രാജരാജേശ്വരി അതുപോലെ അപ്പൊ ഇതായിരിക്കും. ആ മതി 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 മതി. അതെന്റെ ഉണ്ട്. അത് ബാഗിലുണ്ട് അച്ഛാ. ഒരു താക്കോലല്ലേ, അതുപോലെയല്ല ഇത്. ഒരു മാസത്തെ പൊടിയുണ്ട്. നമുക്ക് എന്തൊക്കെയാണുള്ള നോക്കിയത്. പച്ചമാങ്ങ അത് അവിടെ തന്നെ താഴെ തന്നെ. ഇതാണ് ഞാൻ വരുമ്പോ പ്രത്യേകം വാങ്ങുന്ന സാധനം. അമ്മാമ്മയുടെ അച്ചാർ, അമ്മാമ്മയുടെ ചെമ്മീനച്ചാറും അമ്മയുടെ ചൂര. മത്തി കാണിച്ചില്ല അവിടെ ഇല്ല. മത്തിയല്ലല്ലോ നീ പറഞ്ഞത്. ഒറ്റ ചവിട്ടിടും ഞാൻ. ചെമ്മീനും ചൂരയും മതി എന്നാ പറഞ്ഞത്. ആ അത് മമ്മ എഴുതിയിട്ടുണ്ടാവും നോക്ക്. ഇതൊക്കെ പാക്ക് ചെയ്തപ്പോ ഞാൻ ഉണ്ടായിരുന്നില്ലേ. അതെനിക്ക് കാച്ചി എണ്ണ നോക്ക് അച്ഛയില് എഴുതിണ്ടാവും. പച്ചമുളകിനൊക്കെ വില എന്താ വില? മമ്മ പറഞ്ഞോ കൊണ്ടുവരാൻ. ആ അതവിടെ വെച്ചോ. അത് ഒരെണ്ണം മറ്റേ നാളെ പുട്ട് കളർ പുട്ടിനുണ്ടാക്കാനും ഒരെണ്ണം വേറെ ഉണ്ടാക്കാനും. അവിടെ വെക്കണ നീ. അവിടെ വെക്കുക അച്ഛാ. നോക്കിയ അച്ഛയിൽ എന്നിട്ട് അതെ അതെ സ്വീറ്റ് പൊറോട്ട. ആ സ്വീറ്റ് പൊറോട്ട വേണ്ട, നീ തിന്ന് കണ്ടാ മതി. അതിലെന്നിട്ടാ ആ ചെരുപ്പായിരിക്കും. വേപ്പില. പേപ്പട്ടിയോ? ആ വേപ്പില. പിന്നെന്തിട്ടാ എന്നിട്ടാ മക്കള് വായിലെങ്കിലും പറമ്പിൽ ഇഷ്ടംപോലെ വേപ്പിലുണ്ട്. ബീഫ് ബീഫ് നീ വെക്കാത് മറ്റേ സാധനാണെന്ന്. ആ ഞാൻ പോർക്ക് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായി. ആ തേങ്ങ ചരക്കിട്ട്. ഇവിടെ റേറ്റ് കൂടിന്ന് പറഞ്ഞു അമ്മ എല്ലാത്തിനും. അത് ഫ്രീസറിൽ വെക്കണം, ആവശ്യത്തിന് എടുക്കണം. നാളെ അടുത്തടിക്കുള്ളതായി ഐശുവിന്. അവൾക്കും നിനക്ക്. എടാ നീ കഴിക്കുന്ന എനിക്ക് അറിയില്ലായിരുന്നു. പപ്പ എന്നോട് ചോദിച്ചതാ മൊത്തം 10 എടുക്കട്ടേന്ന്. ഞാൻ പറഞ്ഞ അനീഷ് കഴിക്കാൻ വഴി എന്നിട്ടത് സ്വീറ്റ് പൊറോട്ട കഴിക്കോ? നാട്ടിലെ കൊല, നേന്ത്രക്കൊല. എന്നിട്ടാ ബീഫ്. എടാ ബീഫ് ഞാൻ പോർക്ക് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബീഫ് അതുള്ളൂ. എടാ മറ്റേത് കിട്ടിയില്ല. മുട്ട മറ്റേ പെട്ടിയിലുണ്ടോ? മുട്ട മറ്റേ പെട്ടിയിലുണ്ട്. അതില് ഡ്രസ്സിന്റെ ഇടയിൽ മുട്ട വെച്ചിട്ടുണ്ടെന്ന് കളിക്കല്ലേട്ടാ നീ. മറ്റേ പെട്ടി എടുത്തിട്ടാ ചിലപ്പോ. എടാ നാടൻ കോഴി കിട്ടിയില്ലടാ. നാടൻ കോഴി കഴിഞ്ഞ് നമ്മുടെ ഇനി അവിടെ പോവെന്ന് പറഞ്ഞോളൂ. നമ്മുടെ വീട്ടിൽ ഇനി ഒരു പോവാനുള്ളൂ. നാടൻ കോഴി ഇല്ല.
കഴിഞ്ഞ തവണ ഐശോ വന്നപ്പോ നാടൻ കോഴി കൊണ്ടുവന്നില്ലേ? ഇതിൽ മുട്ട ഇല്ലെങ്കിൽ കോഴിയെ പറപ്പിക്കും. എടാ മുട്ട ഉണ്ടടാ. ആ മുട്ട പൊട്ടിയുണ്ടോന്ന് അറിയില്ല. അമ്മ എനിക്ക് തോന്നുന്നു പച്ചരിയിലാണോ അരിപ്പൊടിയിലാണോ എന്ത് മുക്കി വെച്ചേക്ക. പെട്ടി കാലിയൊന്നും ഇരിക്കണ്ട. രണ്ടും കൂടി 30 കിലോ ഉണ്ടായിരുന്നു. എന്നിട്ടത് ഷൂ. എന്റെ വിലപ്പെട്ട സാമാനങ്ങളിനകത്ത് ഒരു മുട്ട മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ എന്റെ ഡ്രസ്സ്. ഒരു മുട്ട. എടാ വേറെ അതിലൊന്നുമില്ല. ഇതിവിടെ മുട്ട നടുക്കുണ്ടാവും. വീണ്ടും ഈ ഒളിമ്പിനകത്തിൽ കൊടുക്കുന്ന പെട്ടി പോലത്തെ പെട്ടിയില്ലേ ഇത് പൊട്ടിണ്ടാവും. പിന്നെ ഏത് പെട്ടിയിൽ കൊണ്ടുവരണ്ട മോനെ? അല്ല അരിപ്പൊടിയിലാന്ന് തോന്നുന്നു. അല്ല അരിപ്പൊടി പൊട്ടിട്ടുണ്ടെങ്കിൽ ശരിയാണോ? അല്ല എന്റെ അമ്മക്ക് ഇതന്നെ കിട്ടണോടാ. കിട്ടണം. അമ്മ ഇത് കേക്കണണ്ട. 5, 3, 7 മുട്ട ഉണ്ടാവുന്ന്. ഇവനല്ലാണ്ട് അമ്മ മുട്ട കൊടുത്തയക്കോ? 7 മുട്ട 5 മുട്ട പല തിന്നു. 2 ഇപ്പൊ ഇവിടെ ബാക്കിയിരിക്കുന്നു. നിങ്ങൾ കാര്യം ചെയ്ത് നാട്ടിൽ നിങ്ങൾ കോഴിനെ കൊണ്ടുവരാം. ഇവിടെ ഒരു കൂടും ഉണ്ടാക്കി വളർത്തങ്ങോട്ട്. വളർത്താൻ പറ്റുമോ? എനിക്കറിയില്ല. വളർത്താൻ പറ്റില്ല. നിങ്ങൾക്ക് കോഴി ഫാം ബിസിനസ് തുടങ്ങിയാലോ? നാടൻ കോഴിയുടെ. ഇപ്രാവശ്യം വെൽ പാക്കഡ് അമ്മ അയച്ചേക്കണം. കഴിഞ്ഞ തവണത്തെ പോലെ 3 മുട്ട പോയിട്ട് 1 മുട്ട പോലും മിസ്സാവരുന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അല്ല അത് ഇവര് പറഞ്ഞേക്ക് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ വല്ല അരിയിലോ മൈദയിലോ വെക്കാനായിട്ട്. കാരണം നമുക്ക് നമ്മുടെ ഈ സംഭവം പൊട്ടരുമല്ലോ. എനിക്കിത് മുട്ട പാഴാക്കാന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഭാര്യനെ വേണമെങ്കിൽ നമുക്ക് ഡിവോഴ്സ് ചെയ്യാം, പ്രശ്നമില്ല. പക്ഷെ മുട്ട പാഴാക്കാൻ പറ്റില്ല. അതാണ് ഒരു ഉദാഹരണമല്ലേ മോളെ പറയണേ. എനിക്കറിയാതെ. വെൽ പാക്കഡൊക്കെ പറഞ്ഞപ്പോൾ നമുക്കാണ് നോക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ എൻ്റെ ദൈവമേ, അത് കുഴപ്പമില്ല. എന്തായാലും ഐഡിയ മനസ്സിലായില്ല. പച്ചരി ഇതിലൊരു മുട്ട പോലും പൊട്ടില്ല ഗൈസ്. ഇത് എൻ്റെ ഐഡിയ ആണ്. ഞാൻ ഏതെപ്പണ്ണാലും പ്ലാൻ പണി വന്നുള്ളൂ. ഗൈസ് നമുക്ക് ഓരോ മുട്ടയും ഇതിൽ നിന്ന് പുറത്തെടുക്കാം. മുട്ട 1, മുട്ട 2, മുട്ട 3, മുട്ട 4, മുട്ട 5, മുട്ട 6, മുട്ട 7, മുട്ട 8, മുട്ട 9, മുട്ട 10, മുട്ട 11. ഗൈസ് അന്ന് മുട്ട മാത്രം കൊണ്ടുവന്നിട്ട് 11 എണ്ണത്തിൽ 3 എണ്ണം പൊട്ടി. ഇതിപ്പോൾ ഇതൊക്കെ വിത്ത് പച്ചരി മുട്ട എന്നിട്ട് 11 എണ്ണം പോലും പൊട്ടിയിട്ടില്ല കേട്ടോ. ഒരൊറ്റ മുട്ട പൊട്ടിയില്ല. ഇതാണ് നമ്മള് ആണുങ്ങളുടെ ബുദ്ധി എന്ന് പറഞ്ഞ റോക്കറ്റ് ആയിരിക്കും. മനസ്സിലായോ? അതാണ് എൻ്റെ ഒരു പവർ. എതപ്പണ്ണാലും പ്ലാൻ പണണം, എന്നാലേ കറക്റ്റ് ആവുള്ളൂ. ഇതിൽ 5 മുട്ട ഇപ്പം തന്നെ പുളിച്ച് അടിച്ച കേട്ടോ. ഓക്കെ, ബാക്കി 5 നാളെ. ഇത് പിറ്റേ ദിവസത്തേക്ക് വെച്ച് നമുക്ക് കിട്ടൂല ചിലപ്പോൾ. അതാ പ്രശ്നം. നീ എടുക്കണ്ട, മതി. ഹലോ, ഞാൻ പറഞ്ഞില്ലേ മുട്ട എൻ്റെ കയ്യിൽ നിന്ന് പറഞ്ഞ പോലും പാഴാവില്ല. നാടൻ മുട്ട പ്രത്യേകിച്ച് എൻ്റെ ഉണ്ണി പോലും ഞാൻ കളയില്ല. ഞാൻ വെച്ചോളാം. നിന്നെ ഇപ്പം ചെയ്ത് ഞാൻ പൊട്ടിക്കും. അന്നത്തേൽ 1 മുട്ട പോലും ബാക്കിയില്ല. അപ്പോഴാണ് ഇനി മുട്ട എപ്പോഴും നമ്മുടെ കയ്യിൽ സേഫ് ആയിരിക്കും. നമ്മുടെ നല്ല അജ്മന്മാരുടെ കയ്യിൽ മുട്ട എപ്പോഴും സേഫ് ആയിരിക്കും. കാരണം അവർക്ക് അതിൻ്റെ വാല്യൂ അറിയുള്ളൂ.
നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂ അറിഞ്ഞുകൂടാ, മനസ്സിലേ? അതാണ് പ്രശ്നം. ഈ മേലെ ഇങ്ങനെ മുട്ട ഇപ്പം എടുത്തോട്ടാ, അല്ലെങ്കിൽ പൊട്ടും ഫ്രിഡ്ജ് അടിക്കും. ഈ ഫ്രിഡ്ജ് അടയ്ക്കുമ്പോൾ അവിടെ നിന്ന് ഇവിടെ എത്തിഞ്ഞ് ഇവിടെ നിന്ന് പൊട്ടിക്കരുത്. അത് ആ ചെപ്പ് കളയണ്ട കേട്ടോ, പോകുമ്പോൾ കൊണ്ടുപോകാനുള്ളത്. ഇനി ആരാ പോണു അടിക്ക്? ആ അമ്മ ഞാൻ ഇനി അമ്മയും പിള്ളേരും വരുമ്പോൾ ഞാൻ ഒരിടത്ത് 2-3 പെട്ടിയത് കൊണ്ടുവരാൻ പറയാം. അമ്മയോട് ഞാൻ പറഞ്ഞു ഓയിനെ ഓടിച്ചിട്ട് മുട്ട പിടിക്കാനായിട്ട്. പിള്ളേർക്ക് അധികം കൊടുക്കണം. പിള്ളേർക്ക് ഈ പ്രായത്തിൽ എന്തിനും മുട്ട തന്നെയാണ്. മുട്ട കപ്പൽ നിന്നുണ്ട്. ആ മുട്ട പിള്ളേർ അധികം തിന്നണ്ട, ആ കപ്പക്കെട്ട് വരും. കുഞ്ഞു പിള്ളേരാണ്, കപ്പക്കെട്ട് വരും. വെറുതെ പറയാം ഗൈസ്, പിള്ളേർക്ക് ഓരോ ദിവസം ഓരോ മുട്ട കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു മുട്ട അവർ കഴിക്കുള്ളൂ, അധികം ഉള്ളവർ കഴിക്കില്ല. അപ്പോൾ അവർക്കും കൊടുക്കുന്നുണ്ട് മുട്ട, എനിക്ക് മാത്രമല്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ നാട്ടിൽ പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ വെയിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഇതുപോലത്തെ ഒരു പെട്ടി തന്നു വിടാം, പൊട്ടിക്കാൻ ഇവിടെ എത്തിക്കാൻ മതി. നാടൻ മുട്ടയ്ക്ക് അത്ര കിട്ടാനില്ല, ഇവിടെ കിട്ടാനില്ല സംഭവം. അതാണ്, വേറെ മാമനൊന്നും തോന്നല്ലേ. അപ്പോൾ പെട്ടി പൊട്ടിക്കുന്ന വീഡിയോ, മുട്ട പൊട്ടിക്കുന്ന വീഡിയോ ഇവിടെ തിരിഞ്ഞിരിക്കുകയാണ്. ബൈ.